ചങ്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അനൂഫ്. മക്കളെടാ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് 9ാം ക്ലാസ് ഇംഗ്ലീഷിലെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ. അതായത് പ്രശസ്ത സൗത്ത് ആഫ്രിക്കൻ എഴുത്തുകാരിയായിട്ടുള്ള ജെസിന മെലോഫെ എഴുതിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു മെമ്മോയർ ഉണ്ട്, അവളുടെ ഒരു ഓർമ്മക്കുറിപ്പ്. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള റൈറ്റപ്പ്, അതേപോലെ തന്നെ നറേറ്റീവ്, പിന്നെ അതുകൂടാതെ ഡയറി, ലെറ്റർ, ഇതിനെല്ലാത്തിനും പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ സമ്മറിയാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ സമ്മറി പഠിച്ചാൽ നിങ്ങൾക്ക് ഈ കഥയും മനസ്സിലാവും. ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യനോ റൈറ്റപ്പോ എന്ത് തേങ്ങ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ എഴുതാനും പറ്റും. അപ്പോൾ മക്കളെ, പാഠം അറിയാത്തവരും അറിയാവുന്നവരൊക്കെ ശ്രദ്ധിക്കുക, പഠിക്കുക. ഓക്കെ, എന്നാൽ പിന്നെ മക്കളെ നമുക്ക് ചാപ്റ്റർ തുടങ്ങലടാം. മക്കളെ, നിങ്ങൾക്കറിയാം ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ജീവിതത്തിൽ വലിയ പണക്കാരായവർ, വലിയ വലിയ മേഖലയിൽ എത്തിപ്പെട്ടവർ അല്ലേ? അത് സ്പോർട്സിലായാലും ആർട്സിലായാലും സിനിമാ രംഗത്തായാലും ബിസിനസ്സിലായാലും ഒക്കെ ടോപ്പ് ലെവലിലെത്തിയ ഒരുപാട് ആളുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും അല്ലേ? സോ നമുക്കറിയാം ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട് അതിനെയൊക്കെ ഓവർകം ചെയ്തിട്ടാണ് ഇവരൊക്കെ എന്ത് ചെയ്തത്, അവരുടെ ടോപ്പ് ലെവൽ അല്ലെങ്കിൽ അവരുടെ ഗോൾ അല്ലേ, അവരുടെ ലക്ഷ്യം നേടിയെടുത്തിട്ടുള്ളത്. ഇപ്പം നമുക്കറിയാം മക്കളാണെങ്കിൽ പോലും ഫുൾ A+ നേടാനും A+ നേടാനൊക്കെ തയ്യാറെടുത്തുകൊണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലേ? എന്തായാലും ജീവിതത്തിൽ നമ്മുടെ ചലഞ്ചസ് ഒക്കെ ഹാർഡ് വർക്കിലൂടെ നമ്മൾ ഓവർകം ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുപോലുള്ള ഒരു സ്ത്രീയാണ് നമുക്കിവിടെ നമ്മുടെ എഴുത്തുകാരിയായിട്ടുള്ള മെലോഫെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആഫ്രിക്കൻ വനിത. ഓക്കെ, അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ ചെറിയ വെല്ലുവിളി എന്നല്ല ഇവർക്ക് ഉണ്ടായിരുന്നത്. സ്വന്തമായിട്ട് ഒരു കയറി കിടക്കാൻ ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു സമാധാനത്തോടു കൂടി അന്തി ഉറങ്ങാൻ ഒരു സ്ഥലം പോലും ഇല്ലാതിരുന്ന ഒരു സ്ത്രീ. ഓക്കെ, അവളുടെ ചേച്ചി ഓൾറെഡി എവിടെയാണ്, ഒരു വീട്ടുവേലക്കാരിയായിട്ട് ഒരു വീട്ടിൽ, ഒരു വെളുത്തവർഗക്കാരുടെ ഒരു വീട്ടിൽ ജോലി ചെയ്യാണ്. അവരുടെ റൂമിൽ ഒരു അടിമയെ പോലെ, അതല്ലെങ്കിൽ ഒരു ജയിലറെ പോലെ, എന്താ പറയുക, ഒരു തടവുകാരിയെ പോലെയാണ് ആരും ജീവിക്കുന്നത്, നമ്മുടെ ഈ ഒരു മെലോഫെ ജീവിക്കുന്നത്. അപ്പോൾ അവളുടെ ഒരു അനുഭവം, അവൾ അല്പം സ്വതന്ത്രമായിട്ടും ഫ്രീ ടൈമിൽ അവൾക്ക് സ്വസ്ഥമായിരുന്ന് ആലോചിക്കാനും അതേപോലെ തന്നെ എഴുതാനൊക്കെ അവൾ സ്വയം അവളുടെ ഒരു സ്ഥലം കണ്ടെത്തുന്നത് ഒരു ടോയ്ലറ്റിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പം നമ്മൾ ഏറിയ നേതാക്കന്മാരെ അല്ലെങ്കിൽ ഏറിയ വിജയിച്ച ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ കക്കൂസിൽ നിന്നല്ലേ, ടോയ്ലറ്റിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പ്രതിഭയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മക്കളെ? എന്നാൽ അങ്ങനെ ഒരു പ്രതിഭയെക്കുറിച്ചാണ് നമുക്കിവിടെ പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്ററല്ല, നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യമൊന്നുമില്ല, റൈറ്റപ്പ് അല്ലെങ്കിൽ നറേറ്റീവ് എന്നാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും അതേപോലെ സ്പീച്ച് വരികയാണെങ്കിലും ഡയറി വരികയാണെങ്കിലും ലെറ്റർ വരികയാണെങ്കിലൊക്കെ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് എന്ത് ചോദ്യം വരികയാണെങ്കിലും ഇതങ്ങോട്ട് എഴുതിയാൽ മതി. പിന്നെ ഡയറി ലെറ്ററൊക്കെ ആകുമ്പോൾ കുറച്ച് ഷോർട്ടായിട്ട് എഴുതിയാൽ മതി. 7 മാർക്കിൻ്റെ നറേറ്റീവ് ഒക്കെ ആണെങ്കിൽ ഇത് മൊത്തമായിട്ട് പഠിച്ചിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ദ ടോയ്ലറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ആനക്ഡോട്ട് ടേക്കൺ ഫ്രം ദ പോപ്പുലർ സൗത്ത് ആഫ്രിക്കൻ റൈറ്റർ സീന മെലോഫെസ് മെമ്മോയർ. അതായത് പ്രശസ്ത സൗത്ത് ആഫ്രിക്കൻ റൈറ്ററായ സീന മെലോഫെയുടെ ഒരു മെമ്മോയർ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓർമ്മക്കുറിപ്പിൻ്റെ ഒരു ആനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ഒരാളുടെ ജീവചരിത്രം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ ചെറിയ കഥകൾക്കാണ് നമ്മൾ ആനക്ഡോട്ട് എന്ന് പറയുക. അപ്പോൾ ഇവളുടെ ഓർമ്മക്കുറിപ്പ് കുറേ, ഇവളുടെ ജീവചരിത്രം മൊത്തമായിട്ട് അവൾ കുറിപ്പായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ അവളുടെ ജീവിതത്തിൻ്റെ ഭാഗമായ ചെറിയൊരു കഥയാണ് നമുക്കിവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ദ ടോയ്ലറ്റ് എന്ന പേരിൽ പഠിക്കാനുള്ളതെന്നാണ് പറയുന്നത്. ദെൻ ത്രൂ ദിസ് സ്റ്റോറി, ഈ ഒരു കഥയിലൂടെ മെലോഫെ ഷെയർസ് വിത്ത് അസ് ഹൗ മച്ച് സഫറിംഗ് ഷീ ഫേസ്ഡ് ടു ബിൽഡ് ഹർ കരിയർ. തൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവൾ എത്രത്തോളം സഫറിങ്സ്, എത്രത്തോളം യാതനകൾ സഹിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഒരു സ്റ്റോറിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ മക്കളെ, നിങ്ങൾ റൈറ്റപ്പ് ആണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, നിങ്ങൾ നേരെ ഹെഡിങ് എഴുതാം. ഇറ്റ് ദ ടോയ്ലറ്റ് എന്ന് എഴുതിയിട്ട് ആ ഒരു റൈറ്റപ്പ് ആണ് റൈറ്റപ്പ് എന്ന് എഴുതിയാൽ മതി. ഇനി നറേറ്റീവ് ആണ് നറേറ്റീവ് എന്ന് എഴുതിയാൽ മതി. എന്നിട്ട് നിങ്ങൾ റൈറ്റപ്പ് ആണെങ്കിൽ ഈ ഫസ്റ്റത്തെ പാരഗ്രാഫ് അതുപോലെ എഴുതുക. ഓക്കെ, അതുപോലെ തന്നെ ഒരു നറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റോറി നിങ്ങൾ വേറെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള ഒരു നറേറ്റീവ് വന്നാലും ഇതുപോലെ തന്നെ ഈ ഫസ്റ്റ് പാരഗ്രാഫ് മുതൽ എഴുതിയാൽ മതി, ഒരു മാറ്റം ഇതിൽ വരുത്തണ്ട. എന്നാൽ നമ്മുടെ റൈറ്റർ ആയിട്ടുള്ള മെലോഫെ ഉണ്ടല്ലോ, അവർ തന്നെ വേറെ ആർക്കെങ്കിലും ഈ ഒരു കഥ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള നറേറ്റീവാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ മക്കളെ ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം. അതിൽ ഈ ഫസ്റ്റത്തെ പാരഗ്രാഫിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ കേട്ടോ. അതേപോലെ ഡയറി ലെറ്ററൊക്കെ അവർ തന്നെ, എഴുത്തുകാരി തന്നെ എഴുതുന്ന ഡയറിയോ ലെറ്ററൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള മാറ്ററുകളിൽ ഫസ്റ്റത്തെ പാരഗ്രാഫിൻ്റെ ആവശ്യമില്ല. താഴെയുള്ള മാറ്ററുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പേരുകളൊക്കെ ഉണ്ടല്ലോ, പേരുകൾക്കൊക്കെ പകരം ഐ വെക്കുക. ഷീ എന്നുള്ളിടത്തൊക്കെ എന്താ ചെയ്യുക, അവളുടെ പേര് അതായത് ഐ എന്നൊക്കെ ആക്കുക. അതുപോലെ ഹെർ എന്നുള്ളതിനൊക്കെ പകരം മൈനാക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ ആൻസർ പഠിച്ചിട്ട് മക്കളെ നമുക്ക് എന്ത് ചെയ്യുക, നറേറ്റീവ് ആയാലും ഡയറി ആയാലും ലെറ്റർ ആയാലും ഒക്കെ ഉണ്ടാക്കാം. ഓക്കെ, സംഭവം സിമ്പിൾ അല്ലേ? ഈ ചാപ്റ്ററിലെ ഡയറി നമ്മൾ വേറെ ഇൻസിഡൻറ്റുള്ള ഡയറി നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ട് മറ്റൊരു വീഡിയോയിലൂടെ. വീഡിയോകൾ മൊത്തം കാണണം. പിന്നെ നമ്മുടെ ഇതിന് മുമ്പുള്ള ചാപ്റ്ററുകളൊക്കെ ഉണ്ടല്ലോ, ഫസ്റ്റ് യൂണിറ്റിലെ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, കവിതയായാലും അതേപോലെ തന്നെ നമ്മുടെ ഹാഫ് എ ഡേ പോലുള്ള ചാപ്റ്ററുകളൊക്കെ, അതിൻ്റെയൊക്കെ കംപ്ലീറ്റ് എക്സാമിന് ഷുവറായിട്ടും ചോദിക്കുന്ന നോട്ടുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. പഠിക്കുക, ഒക്കെ സിമ്പിൾ നോട്ടുകളാണ്, പഠിക്കുക.
പഠിക്കുക, നാളത്തെ പരീക്ഷ ഉഷാറാക്കുക കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ പാരഗ്രാഫ് ഓക്കെ. മെലോഫെ ഹാഡ് നോ ഐഡിയ വാട്ട് ടു ഡു ഇൻ ഹർ ഫ്യൂച്ചർ. അവൾക്ക് അവളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ മക്കളുടെ കാര്യത്തിൽ അങ്ങനെ തന്നെ അല്ലേ. മിക്ക കുട്ടികൾക്കും ഈ ഭാവിയിൽ ആരായിത്തീരും. ചില കുട്ടികളോട് എന്താവണമെന്ന് വെച്ചാൽ എന്ന് പറയില്ലേ. ചില വലിയ വലിയ ആൾക്കാരോട് ചോദിച്ചാലും ഒരു ഐഡിയ ഉണ്ടാവില്ല അല്ലേ. എന്തായാലും നമ്മുടെ മെലോഫയും അങ്ങനെ തന്നെയായിരുന്നു. കുറേ പഠിച്ചു കഴിഞ്ഞിട്ടും ആരാവണം, എന്താവണം, ഭാവിയിൽ എന്ത് ജോലി ചെയ്യണം എന്നതിനെ കുറിച്ചോ കരിയറിനെ കുറിച്ചോ വലിയ ഐഡിയ ഒന്നും അവൾക്ക് ഉണ്ടായിരുന്നില്ല അല്ലേ. സോ നിങ്ങൾക്കിത് മെലോഫ എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഐ ഹാഡ് നോ ഐഡിയ വാട്ട് ടു ഡു ഇൻ മൈ ഫ്യൂച്ചർ എന്നൊക്കെ ഹെറൊക്കെ മൈയാക്കി മാറ്റുക. ഓക്കെ, ഇനി അടുത്ത് നോക്ക്. ഹെർ മദർ ബിലീവ്ഡ് ദാറ്റ് എഡ്യൂക്കേറ്റിംഗ് മെലോഫെ ഈസ് എ വേസ്റ്റേജ് ഓഫ് മണി. അതങ്ങനെയാണ് അല്ലേ. ചില ആൾക്കാരെ കുറിച്ച് പേരൻസ് പറഞ്ഞാണ് നിന്നൊന്നും പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ലാടാന്നല്ലേ. അതേപോലെയായിരുന്നു മെലോഫയുടെ അമ്മയും കരുതിയിരുന്നത്. ഇവളെ പഠിപ്പിക്കുന്നത് ഒരു വേസ്റ്റേജ് ഓഫ് മണി വേസ്റ്റിംഗ് ആണ്, പൈസ വെറുതെ പാഴ്ചെലവാക്കുകയാണ് എന്നായിരുന്നു അമ്മ കരുതിയിരുന്നത്. കാരണം അമ്മയ്ക്ക് ഇവളെ നേഴ്സൊക്കെ പോലെയുള്ള നല്ല എന്തെങ്കിലും ജോലിക്കാരിയാക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇവൾ അതിനൊന്നും തയ്യാറല്ലായിരുന്നു. ഇനി നോക്ക്, ആഫ്റ്റർ ഹെർ എക്സാംസ്, അങ്ങനെ അവളുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പരീക്ഷകളൊക്കെ കഴിഞ്ഞ് സ്കൂൾ പൂട്ടി അല്ലേ. അപ്പം ഷീ റീച്ച്ഡ് അറ്റ് ജോഹന്നാസ്ബർഗ് ടു സ്പെൻഡ് ദ വെക്കേഷൻ വിത്ത് ഹർ എൽഡർ സിസ്റ്റർ. സൗത്ത് ആഫ്രിക്കയിലെ ഒരു പ്രധാന പട്ടണമാണ് ജോഹന്നാസ്ബർഗ് അല്ലേ. അപ്പോൾ അവിടെയാണ് അവളുടെ മൂത്ത ചേച്ചി ജോലി ചെയ്യുന്നത്. ജോലി ചെയ്യാൻ ഒരു വീട്ടുവേലക്കാരിയായിട്ട് ജോലി ചെയ്യാണ്. അപ്പോൾ ആ ചേച്ചിയുടെ കൂടെ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ പോവാണ്. വെറുതെ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാനല്ല കേട്ടോ പോകുന്നത്. അവൾക്കൊരു ലക്ഷ്യമുണ്ട്. എങ്ങനെയെങ്കിലും അവിടെ പോയിട്ട് പട്ടണത്തിലല്ലേ അവിടെ നിന്ന് എന്തെങ്കിലും ജോലിയൊക്കെ സംഘടിപ്പിക്കണം എന്നൊക്കെ ഉള്ളൊരു ലക്ഷ്യമുണ്ട്. കാരണം അവൾക്ക് ഇനിയൊരു കരിയർ ഡെവലപ്പ് ചെയ്യണം എന്നൊരു ആഗ്രഹത്തോടെയാണ് പോകുന്നത്. ഷീ വർക്ക്ഡ് ദർ ആസ് എ ഡൊമസ്റ്റിക് വർക്കർ. അപ്പോൾ ഇവളുടെ ചേച്ചി അവിടെ ജോലി ചെയ്യുന്നത് ഒരു വീട്ടു ജോലിക്കാരിയായിട്ടാണ്. ദെൻ ഓൺ വീക്ക് ഡേയ്സ്, നമ്മുടെ ഈ ഇട ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ, അവധി ഇല്ലാത്ത ദിവസങ്ങൾ, അതാണ് വീക്ക് ഡേയ്സ് എന്ന് പറയുന്നത്. ആ ദിവസങ്ങളിൽ മെലോഫെ വാസ് ലോക്ക്ഡ് ഇൻ ദ റൂം സോ ദാറ്റ് ദ ഹൗസ് ഓണർ, അതായത് മേഡം വുഡിൻ സീ ഹർ. അപ്പം നമുക്കറിയാം ഇവളുടെ ചേച്ചി ഒരു വെള്ളക്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ കുറേ വെളുത്ത വർഗ്ഗക്കാരുടെ ഒരു വലിയ വീട്ടിലാണ് ജോലിക്കാരിയായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർ കറുത്ത വർഗ്ഗക്കാരാണല്ലോ, ആഫ്രിക്കൻ നീഗ്രോസ് ആണ്. അപ്പം ഈ മറ്റുള്ള വേലക്കാരിയാണല്ലേ. അപ്പോൾ അവളുടെ പെർമിഷൻ ഇല്ലാതെ, അതായത് ആ റൂം ഓണറുടെ അല്ലെങ്കിൽ ഹൗസ് ഓണറുടെ പെർമിഷൻ ഇല്ലാതെയാണ് നമ്മുടെ ആര് മെലോഫെ ചേച്ചിയുടെ വീട്ടിൽ വന്നിരിക്കുന്നത്. അപ്പം മറ്റേ യഥാർത്ഥ ഹൗസ് ഓണർക്ക് അറിയില്ല ഇവിടെ ഇങ്ങനെ ഒരാൾ വന്ന് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹൗസ് ഓണർ പുറത്തിറങ്ങുന്ന സമയത്ത് മാത്രമേ നമ്മുടെ മെലോഫയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയാറുള്ളൂ. ബാക്കിയുള്ള സമയത്തൊക്കെ അവളുടെ ആ ചേച്ചിയുടെ റൂമിൽ ഇങ്ങനെ അടച്ചു പൂട്ടിയിട്ട് ഇരിക്കലാണ് നമ്മുടെ മെലോഫ ചെയ്യാറില്ല. പുറത്തിറങ്ങില്ല, ചേച്ചി തന്നെ റൂമൊക്കെ ലോക്ക് ചെയ്യലാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു തടവുകാരിയെ പോലെയായിരുന്നു ഈ വീട്ടിൽ അവൾ കഴിഞ്ഞിരുന്നത്. വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്, പക്ഷേ പണി കിട്ടിയില്ലേ. ദെൻ നോക്കേ, ഇത് പാരഗ്രാഫും തിരിക്കേണ്ട, അതിൻ്റെ കൂടെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. ജസ്റ്റ് മാറിപ്പോയതാണ്. ആസ് ഷീ ഫൗണ്ട് എ ജോബ് ഇൻ എ ബൊട്ടിക് ഷീ ഹാഡ് ടു ലീവ് ദ ഹൗസ് ഏർലി മോർണിംഗ് ആൻഡ് കം ബാക്ക് ലേറ്റ് ടു അവോയ്ഡ് ദ വൈറ്റ് പീപ്പിൾ നോട്ടീസിങ് ഹർ. അപ്പോൾ കുറേ ദിവസം ആ റൂമിലിരുന്ന് ചടച്ച് അവസാനം അവൾക്ക് എങ്ങനെയെങ്കിലും റൂമിൽ നിന്ന് പുറത്ത് കിടക്കണം തോന്നി. അങ്ങനെ അവസാനം എങ്ങനെയൊക്കെ ഒരു ബോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ സ്ത്രീകളുടെ ലേഡീസിൻ്റെ ചെറിയ ചെറിയ ഓർണമെൻറ്റ്സ്, ആഭരണങ്ങൾ, അതേപോലെ തന്നെ അവരുടെ ഡ്രസ്സ്, ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ട് സ്വന്തമായി ഡിസൈൻ ചെയ്തിട്ട് വെക്കുന്ന ചെറിയ ചെറിയ ഷോപ്പുകൾക്കാണ് നമ്മൾ ബോട്ടിക് എന്ന് പറയാം. അപ്പം അങ്ങനെയുള്ള ഒരു ബോട്ടിക്കിൽ ആർക്ക് ജോലി കിട്ടുകയാണ്, നമ്മുടെ മെലോഫയ്ക്ക് കുറേ തപ്പി നടന്ന അവസാനം ഒരു ജോലി കിട്ടുകയാണ്. അങ്ങനെ ആ ജോലി കിട്ടിയപ്പോൾ അത് അവൾക്ക് വലിയൊരു ആശ്വാസമായി. കാരണം ഇനിയിപ്പോൾ ആ റൂമിൽ ഇങ്ങനെ പകൽ സമയം ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കേണ്ടല്ലോ. ആ പകൽ സമയം റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഇവൾക്ക് ചേച്ചി ഓരോ പുസ്തകങ്ങളും മാഗസിനൊക്കെ വായിക്കാൻ കൊടുക്കും. അതിങ്ങനെ വായിച്ച് തീർക്കല. ചേച്ചീൻ്റെ വിചാരം എന്താ വെച്ചാൽ ഇവൾക്ക് പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സംഭവം പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടമുള്ളതെന്നല്ല, വേറെ പണിയൊന്നുമില്ലല്ലോ. രാത്രി വൈകുന്നേരം, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, പിന്നെ രാത്രി വരെ ഫുള്ള് സ്പെൻഡ് ചെയ്യണ്ടേ. അപ്പം അതുകൊണ്ട് അവൾ ഇങ്ങനെ വായിച്ച് വരികയുണ്ടോ. എന്തായാലും ആ വായന ഉപകാരം ഉണ്ടായി. അതുകൊണ്ടാണല്ലോ അവളൊരു എഴുത്തുകാരിയായിട്ട് മാറിയത് അല്ലേ. സോ നോക്ക്, എന്തായാലും ഈ ജോലി കിട്ടിയതോടെ അവൾക്ക് പകൽ സമയം സ്പെൻഡ് ചെയ്യൽ പ്രശ്നമില്ലാതായി. പക്ഷെ ഒരു കുഴപ്പം പറ്റി. എന്താ, ഏർലി മോർണിംഗിൽ അവൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം. കാരണം ഈ വീട്ടുകാരായിട്ടുള്ള വെളുത്ത വർഗ്ഗക്കാരുണ്ടല്ലോ, അവർ ഈ മേഡമാണല്ലോ അവിടുത്തെ മെയിൻ അല്ലേ. ആ മേഡമൊക്കെ, അതായത് ചേച്ചിയുടെ ഹൗസ് ഓണറൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഇവൾക്ക് എന്ത് ചെയ്യണം, പോകണം. ഓക്കെ, അതേപോലെ തന്നെ ഇവരെല്ലാവരും ഭക്ഷണം കഴിച്ച് വീട്ടിൽ സെറ്റിൽ ആവുന്നതിന് മുമ്പ് ആ ഒരു സമയം ഗ്യാപ്പ് നോക്കിയിട്ട് വേണം രാത്രി എന്ത് ചെയ്യാൻ, നൈസായിട്ട് വീട്ടിനകത്തേക്കും കയറാൻ. അതായത് ഇവർ ഈ പെണ്ണ് മെലോഫ എന്ത് ചെയ്യരുത്, പുറത്തേക്ക് പോണതും അകത്തേക്ക് പോണതും ആരും കാണരുത്. അപ്പോൾ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് അവൾ ഈ ജോലിക്കൊക്കെ പോയിരുന്നത്. മെലോഫെ ഫൗണ്ട് എ പബ്ലിക് ടോയ്ലറ്റ് ആസ് എ സേഫ് ഷെൽട്ടർ ടു സ്പെൻഡ് അവേഴ്സ് ഇൻ ദ ഏർലി മോർണിംഗ്. ഇവിടെ ഒരു എ എന്ന് കൊടുക്കട്ടോ, ഫൗണ്ട് എ. ഓക്കെ, അപ്പം അങ്ങനെ ഇവൾക്ക് ഈ ഒരു സമയം രാവിലെയാണ് അവൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പുലർച്ചെ എണീച്ചിട്ട് പുറത്തേക്ക് പോകണമല്ലോ. അപ്പോൾ ആ സമയത്ത് അവൾക്ക് എവിടെയെങ്കിലും ഒന്ന് അവളുടെ ഓഫീസ് സമയം അല്ലെങ്കിൽ ഈ ബോട്ടിക്ക് തുറക്കുന്നവരെ എവിടെയെങ്കിലും ഒന്ന് സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അവളുടെ വീടിന് കുറച്ച് മാറിയിട്ടൊരു പാർക്കുണ്ട്. ആ പാർക്കിനടുത്തൊരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ടോയ്ലറ്റ് ആകുമ്പോൾ ഒരു പ്രൈവറ്റ് പ്ലേസ്, അതിനകത്ത് പിന്നെ വേറെ ആരും വരില്ലല്ലോ. അപ്പോൾ അവിടെ ആരും ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു പബ്ലിക് ടോയ്ലറ്റ് അവൾ കണ്ടെത്തുകയാണ്. അപ്പോൾ അതൊരു സേഫ് സോണാണെന്ന് അവൾ മനസ്സിലാക്കിയിട്ട് അതിനകത്ത് കയറിയിട്ട് അതിൻ്റെ ടോയ്ലറ്റ് ഉണ്ടാവില്ലടാ, ആ ടോയ്ലറ്റിൻ്റെ മേലെ, യൂറോപ്യൻ ടോയ്ലറ്റ് അറിയാലോ, അതിൻ്റെ മേലെ ഇരിക്കലാണ് പിന്നെ ഇവളുടെ പരിപാടി. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ അവിടെയും വെറുതെ ഇരിക്കലല്ലേ, വെറുതെ ഇരിക്കുമ്പോൾ നല്ല പരിപാടി എന്താ, എന്തെങ്കിലുമൊക്കെ വായിച്ചു തിരിക്കലല്ലേ. ഇന്നത്തെ മാതിരി മൊബൈലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്താണ്, ഷീ സാറ്റ് ഓൺ ദ ടോയ്ലറ്റ് ആൻഡ് റീഡ് എ വെറൈറ്റി ഓഫ് ബുക്സ് ആൻഡ് മാഗസിൻസ്. അപ്പോൾ അവൾ ആ ടോയ്ലറ്റിന് മേലുന്ന ടൈം
ടൈം സ്പെൻഡ് ചെയ്യൽ വലിയ തരത്തിലുള്ള പുസ്തകങ്ങൾ മാഗസിനൊക്കെ വായിച്ചിട്ടാണ്. ദ ടോയ്ലറ്റ് ഓൾസോ ബിക്കേം എ സേഫ് സോൺ ഫോർ ഹർ ഇൻ വിന്റർ ആസ് ഇറ്റ് പ്രൊട്ടക്റ്റഡ് ഹർ ഫ്രം ദ കോൾഡ് വിൻസ്. ഇനി തണുപ്പ് കാലം വിന്റർ സീസൺ ആയി കഴിഞ്ഞാലും അവൾക്ക് ആ ടോയ്ലറ്റ് വലിയൊരു അനുഗ്രഹമായിരുന്നു. കാരണം നല്ല ടോയ്ലറ്റിനകത്ത് ചൂടുണ്ട് നല്ല നല്ല തണുത്ത കാറ്റ് വീശും പുറത്തൊക്കെ. അപ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ ആ ടോയ്ലറ്റ് അവൾക്ക് ഇനഫ് ആയിരുന്നു അല്ലേ. ദെൻ എന്താ, gradually she felt herself that the toilet was her own private space and she began to love that place. അടിപൊളി, ഹാപ്പി ബർത്ത്ഡേ. എന്താ, പതിയെ ആ ടോയ്ലറ്റ് അവൾക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ സ്ഥിരമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ റൂം, നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടില്ലേ. നമ്മളൊരു ഇൻറ്റിമസി ഇല്ല, ഒരു അറ്റാച്ച്മെന്റ് വരും. അങ്ങനെ പതിയെ ഈ ടോയ്ലറ്റിനോടും അവൾക്കൊരു ഇൻറ്റിമസി വരികയാണ്. അത് അവളുടെ സ്വന്തം സ്വകാര്യ സ്ഥലമായിട്ട് അവൾ കാണുകയും അതിനെ വല്ലാണ്ട് അവൾ സ്നേഹിക്കാൻ തുടങ്ങുകയും ചെയ്തു. ദെൻ ഷീ സോ മെനി ഡേ ഡ്രീംസ് ഫ്രം ദർ അബൌട്ട് ഹെർ ഫ്യൂച്ചർ. നമ്മളൊക്കെ നമ്മുടെ റൂമിലൊക്കെ ഇരുന്ന് കണ്ട് നമ്മൾ പല കിനാവുകൾ കാണും അല്ലേ. ഭാവിയിൽ നമ്മൾ വലിയ ആളാവുന്നതും നമുക്ക് കുറേ സമ്പാദ്യങ്ങൾ ഉണ്ടാവുന്നതും നല്ല പെണ്ണിനെ കിട്ടുന്നതും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സ്വപ്നങ്ങൾ കാണാറുണ്ട് അല്ലേ. മിക്ക ആളുകളും കാണും. അപ്പോൾ എന്തായാലും ഇവിടെ ഈ സ്വപ്നങ്ങളൊക്കെ കണ്ടിരുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ ടോയ്ലറ്റിനകത്ത് വെച്ചിട്ടാണ്. നമ്മളെ കൂട്ടത്തിലുണ്ടാവട്ടെ അങ്ങനത്തെ ആൾക്കാർ ടോയ്ലറ്റിൽ വെച്ചിട്ട് ഭാവി പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്ന ആൾക്കാർ. അവിടെ പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ അല്ലേ. സോ നോക്കി, ദെൻ ഷീ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഫ്രം ദ ടോയ്ലറ്റ്. അടിപൊളി. അപ്പം എന്താ, അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ എന്ത് ചെയ്തു, കുറേ വായിച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് തോന്നി ഇങ്ങനെ, പണ്ടൊക്കെ അവൾ സ്കൂൾ ലൈഫിലൊക്കെ കുറേ എഴുതാറുണ്ടായിരുന്നു, പിന്നെ ഇടക്കാലത്ത് നിർത്തിയതാ. എന്നാൽ പിന്നെ എഴുതാൻ തുടങ്ങിയാൽ എന്താ, അങ്ങനെ മൂപ്പൾ നോട്ട്ബുക്കൊക്കെ വാങ്ങിയിട്ട് മുപ്പത്തി എന്ത് ചെയ്യാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങി. ടോയ്ലറ്റ് എന്നാണ് എഴുത്ത് വരുന്നത്. നോക്കിയാൽ ദെൻ എന്താ, whenever she met any bad experience she made it a chance to write a poem or story. അപ്പോൾ ജോലി സ്ഥലത്തുനിന്നോ അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും അവൾക്ക് മോശം അനുഭവം ഉണ്ടാവുന്ന ആരെങ്കിലും വ്യക്തികളുടെ അടുത്ത് മോശം അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ അവൾ എന്ത് ചെയ്യും, അത് ഒരു കവിതയോ അല്ലെങ്കിൽ കഥയോ ഒക്കെ. അപ്പോൾ സ്വന്തം എക്സ്പീരിയൻസുകൾ തന്നെ, അനുഭവങ്ങൾ തന്നെയാണ് അവൾ കഥയാക്കിയിട്ടും അതേപോലെ തന്നെ കവിതയാക്കിയിട്ടൊക്കെ മാറ്റിയിരുന്നത്. ആസ് ദ ടോയ്ലറ്റ് വാസ് ക്ലോസ്ഡ് പെർമനന്റ്ലി ഷീ ലോസ്റ്റ് ഹെർ പ്രൈവറ്റ് പ്ലേസ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മുടെ ഈ ടോയ്ലറ്റ് എന്തായി, നമ്മുടെ ടോയ്ലറ്റ് അല്ല, അവളുടെ ആ പ്രൈവറ്റ് ടോയ്ലറ്റ്, പബ്ലിക് ടോയ്ലറ്റ് അതെന്തായി, അത് പെർമനന്റ് ആയിട്ട് ക്ലോസ് ചെയ്തു. കാരണം അതൊക്കെ നല്ല പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കി ഉപയോഗത്തിന് വേണ്ടി വെച്ചു. അപ്പോൾ ഉപയോഗത്തിന് വേണ്ടിയാക്കുമ്പോൾ പിന്നെ അത് എന്ത് ചെയ്യും, ആവശ്യക്കാർക്ക് മാത്രം തുറന്നെടുക്കുന്ന രീതിയിൽ ക്ലോസ് ചെയ്യല്ലോ. അപ്പോൾ അവൾക്ക് എന്ത് ചെയ്തില്ല, അവളുടെ പ്രൈവറ്റ് പ്ലേസ് നഷ്ടപ്പെട്ടു. അവളുടെ വീട് തന്നെയായിരുന്നല്ലോ അത് നഷ്ടപ്പെട്ടു. ദെൻ ഷീ റിയലൈസ്ഡ് ദ ഫാക്ട് ദാറ്റ് ദ ടോയ്ലറ്റ് വാസ് നോട്ട് ഹെർസ്. അപ്പോഴാണ് അവൾക്ക് ആ ഫാക്ട്, ആ യാഥാർത്ഥ്യം മനസ്സിലായത്, ഈ ടോയ്ലറ്റ് തൻ്റേതല്ലാന്ന്. ഇത്രയും ദിവസം തൻ്റെ സ്വന്തം ടോയ്ലറ്റ് ആയിട്ടാണ് ആ പബ്ലിക് ടോയ്ലറ്റിനെ അവൾ കണ്ടിരുന്നത്. ദെൻ ഹവർ ഷീ ഡിഡ്ന്റ് ഗിവ് അപ്പ് ഹെർ പാഷൻ ഓഫ് റൈറ്റിംഗ്. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. ഇങ്ങനെ ആ ഇരിപ്പിടം അല്ലെങ്കിൽ അവളുടെ ആ പ്രൈവറ്റ് പ്ലേസ് നഷ്ടപ്പെട്ടിട്ടും അവൾ തൻ്റെ ഉള്ളിൽ ആ എഴുതാനുള്ള പാഷൻ നിർത്തിയില്ല. നമ്മളൊക്കെ എങ്ങനെയാ, നമുക്ക് എന്തെങ്കിലും ഒരു സൗകര്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് പഠിക്കാനൊരു നല്ല സ്ഥലം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം എന്തെയും പഠനം നിർത്തുന്ന ആൾക്കാരാണ് നമ്മളിൽ കൂടുതൽ പേരും. അതല്ലെങ്കിൽ എന്താണ്, ഒരിത്തിരി കറണ്ട് പോയി കഴിഞ്ഞാൽ അപ്പം എന്തെയും പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റിലേക്ക് പോകും. അപ്പോഴാവും കറണ്ട് പോവുക. അപ്പം എന്തെയും, കറണ്ട് പോയി, ഇനി കറണ്ട് വന്നിട്ട് പഠിക്കുക അല്ലേ. അങ്ങനെ ചെറിയ എക്സ്ക്യൂസുകൾക്ക് മുന്നിൽ എന്ത് ചെയ്യും, നമ്മുടെ ഡ്രീമുകളും നമ്മുടെ ലക്ഷ്യങ്ങളും മാറ്റി വെക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷെ ഇവൾ നോക്കിയാൽ അവൾ ശരിക്കും എഴുത്ത് തുടങ്ങിയതേ ആ ഒരു ടോയ്ലറ്റിനകത്ത്. എന്നിട്ട് ആ ടോയ്ലറ്റിലേക്ക് കയറാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ട സമയത്ത് പോലും അവളുടെ പാഷൻ നിർത്തിയില്ല. അവൾ എന്താ ചെയ്ത്, ഷീ മെയ്ഡ് ദ ഓപ്പൺ സറൗണ്ടിങ്സ് ആസ് ഹർ ന്യൂ റെലം. അവൾ പുറത്തുള്ള വിശാലമായ സ്ഥലം, ആ പാർക്കിൻ്റെ പുറത്ത് പോയിട്ട് ഓപ്പൺ സ്പേസിലുണ്ട് അവളുടെ എഴുത്തിൻ്റെ മേഖലയായിട്ട് അതിനെ മാറ്റി പുറത്തുനിന്ന് എഴുതാൻ തുടങ്ങി. അപ്പം നമ്മളതാണ്, ഇത് വലിയൊരു ചലഞ്ചാട്ടോ. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ ചലഞ്ചസ് വന്നാലും നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറില്ല. ഷീ ഈസ് വെരി ഡിറ്റർമിൻഡ് ഇൻ ഹർ ഗോൾസ് അല്ലേ. അവളുടെ ലക്ഷ്യത്തിൽ അത്രയും ദൃഢവിശ്വാസമുള്ളവളായിരുന്നു, അത്രയും ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇവരുടെ ക്യാഡ് സ്കെച്ചൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ എഴുതാട്ടോ. ഓക്കെ, ഇനി എന്താ, ഹെർ ലൈഫ് പ്രൂവ്സ് ദാറ്റ് കോൺഫിഡൻസ് ആൻഡ് പ്രിസർവറൻസ് ലീഡ് എനിവൺ ടു അൾട്ടിമേറ്റ് സക്സസ്. അതായത് അവളുടെ ആ ജീവിതം പറയുന്നത് ആത്മവിശ്വാസവും സമർപ്പണവുമുള്ള ഏതൊരാൾക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞത്, ആ കൃത്യമായ വീക്ഷണത്തോടു കൂടി പോയാൽ അവരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള വിജയത്തിലേക്ക് എത്താൻ പറ്റുമെന്നാണ് ഇവളുടെ ജീവിതം നമുക്ക് തരുന്ന പാഠം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതന്നെ ഇവളുടെ ക്യാരക്ടർ സ്കെച്ചായിട്ട് എഴുതട്ടോ. അതിൽ കുറച്ച് എന്ത് ചെയ്യുക, ഷീ ഈസ് വെരി ബോൾഡ്, അതേപോലെ തന്നെ എന്താണ്, ഷീ ഈസ് വെരി ഡിറ്റർമിൻഡ്, അതേപോലെ തന്നെ കോൺഫിഡൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വാക്കുകളെ കണ്ട് ഉപ്പും മുളകൊക്കെ മാറി കൂട്ടി കൊടുത്തുകൊണ്ട് അങ്ങോട്ട് എഴുതിയാൽ മതി. ഇതേ മാറ്റർ വെച്ചിട്ട് ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും മക്കളെ ഈ സമ്മറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തായാലും ഇത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവും. അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് പൊളിച്ചെഴുതാം. അപ്പം ബാക്കിയുള്ള ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ബാക്കിയുള്ള വീഡിയോകളുമായിട്ട് ഉടൻ തന്നെ നമുക്ക് കാണാം. അതുവരെ ഓൾ ദ ബെസ്റ്റ്.